മിസ് മിസ് ഒരു അവറാണോ എക്സാം? 1 hour കൊണ്ട് കഴിയില്ലല്ലോ എക്സാം. കാരണം ഹാർമോണിക് ഓസിലേറ്റർ എന്തായാലും ഉണ്ടാവും എസ്സേ. അപ്പൊ അത് എഴുതാൻ തന്നെ അവസാനം അത്യാവശ്യം സമയം വേണം, 1 hour വേണ്ടി വരും. അപ്പൊ എന്തായാലും 2 hour ഉണ്ടാവും എക്സാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെ ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എഴുതാം. അപ്പൊ നമുക്കറിയാം ആംഗുലാർ മൊമെന്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? LX, LY, LZ. LX, LY, LZ. ഇനി LX എന്താ ഒന്ന് പറഞ്ഞേ, എന്താ LX? പറ. മൈനസ് IH കട്ട് മൈനസ് IH ക്രോസ് y into dou by dou z y dou by dou z minus z dou by dou y മൈനസ് z dou by dou y അല്ലേ? ഇതേപോലെ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് IH ക്രോസ് y കഴിയുമ്പോൾ എന്താ z ഡോ ബൈ ഡോ എക്സ് മൈനസ് എക്സ് ഡോ ബൈ ഡോ z. ഇനി സെഡിന് എങ്ങനെ എഴുതാം? സെഡ് കഴിയുമ്പോൾ എക്സാ വരാം അല്ലെ? മൈനസ് IH ക്രോസ് എക്സ് ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ബൈ ഡോ എക്സ്. ഇതാണ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചില ടേംസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാം നമുക്ക് കിട്ടിയില്ലേ? ഏതൊക്കെയാ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? ഡോ ആർ ബൈ ഡോ എക്സ് എന്താണെന്നറിയാം, ഡോ ആർ ബൈ ഡോ വൈ എന്താണെന്നറിയാം, ഡോ ആർ ബൈ ഡോ സെഡ്, അതേപോലെ ഡോ തീറ്റ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോ തീറ്റ ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, ഡോ തീറ്റ ബൈ ഡോ സെഡ് കണ്ടുപിടിച്ചു. പിന്നെ ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ സെഡ്. അപ്പൊ നമ്മൾ അങ്ങനെ 9 ഡിഫറൻഷിയേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ LX ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും, LY നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. LX നമുക്കിപ്പോ ചെയ്യാം. അപ്പൊ LX ഈക്വൽ ടു, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ, LX ഈക്വൽ ടു ആദ്യം തന്നെ അതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. എന്താ? മൈനസ് IH ക്രോസ് y ഡോ ബൈ ഡോ z മൈനസ് z ഡോ ബൈ ഡോ y. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു ഡോ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. അതിനെ നമുക്ക് എങ്ങനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റില് ഒരു ചെയിൻ റൂൾ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? ചെയിൻ റൂള് ഓർക്കുന്നില്ലേ? അതായത് ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എ ഡോ വൈ ഡോ ആർ. അതായത് ഈ ഡോ ആറും ക്യാൻസൽ ചെയ്യണ പോലെ ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്ലസ് ഡോ ആർ ബൈ ഡോ തീറ്റ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ. ഇത് ഓർക്കുന്നില്ലേ? 3 എണ്ണത്തിന് നമ്മൾ ഇതേപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതേപോലെ ഇതിനിവിടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഡോ ബൈ ഡോ സെഡിനും ഡോ ബൈ ഡോ വൈനും എക്സ്പാൻഡ് ചെയ്യാം. ഞാനിവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. മൈനസ് IH ക്രോസ് വൈ ഡോ ബൈ ഡോ സെഡിന് ഡോ ആർ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ തീറ്റ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ
dou theta plus dou phi by dou z into dou by dou phi minus set dou r by dou y into dou by dou r plus dou theta by dou y into dou by dou theta plus dou phi by dou y into dou by dou phi. കിട്ടിയോ എവിടെ വരെ? കിട്ടി മിസ്. കഴിഞ്ഞില്ലേ? പറയണോ ഇതെങ്ങനെയാന്ന്? നമ്മൾ ഡോ ബൈ ഡോ സെഡിനെ അതിന്റെ ചെയിൻ റൂൾ വെച്ച് എക്സ്പാൻഡ് ചെയ്തു, ഡോ ബൈ ഡോ വൈനെ അതിന്റെ ചെയിൻ റൂൾ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ക്ലിയർ ആയോ? Clear ആയി മിസ്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം എക്സ്പ്രഷൻസ് നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം മൈനസ് ഐ എച്ച് ക്രോസ് ഇനി വൈയുടെ എക്സ്പ്രഷൻ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ വൈയുടെ എക്സ്പ്രഷൻ? ഒന്ന് നോക്കി പറഞ്ഞേ. എന്താ വൈയുടെ എക്സ്പ്രഷൻ? r sin theta sin phi. r sin theta sin phi. r sin theta sin phi. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാ. ഡോ ആർ ബൈ ഡോ സെഡ് എന്താന്ന് നോക്കിയേ, നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ ദിവസം. ഡോ ആർ ബൈ ഡോ സെഡ് Cos theta. കോസ് തീറ്റ കൊടുക്ക. കോസ് തീറ്റ ബാക്കി ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ തീറ്റ ബൈ ഡോ സെഡ് minus sin theta by r. മൈനസ് സൈൻ തീറ്റ ബൈ ആർ. മൈനസ് സൈൻ തീറ്റ ബൈ ആർ. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 0. ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 0. 0 ആണല്ലേ. അപ്പൊ പിന്നെ ആ ടേം മൊത്തം 0 ആയി പോയി. അപ്പൊ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം ആദ്യത്തെ ടേം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് മൈനസ് സെഡ് എന്ന് പറഞ്ഞ എന്താ? r cos theta. ആർ കോസ് തീറ്റ. ആർ കോസ് തീറ്റ. ഡോ ആർ ബൈ ഡോ വൈ. ഡോ ആർ ബൈ ഡോ വൈ. sin theta sin phi. സൈൻ തീറ്റ സൈൻ ഫൈ. ബാക്കി ഡോ ബൈ ഡോ ആർ അവിടെ കൊടുത്തു. ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ തീറ്റ ബൈ ഡോ വൈ. Cos theta sin phi by r. കോസ് തീറ്റ സൈൻ ഫൈ
ബൈ ആർ. ബാക്കി ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ. cos phi by r sin theta. കോസ് ഫൈ ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ. ഈ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു, വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോ മൈനസ് ഐ എച്ച് ക്രോസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആർ സൈൻ തീറ്റ സൈ ഫൈ കൊണ്ട് ഈ ബ്രാക്കറ്റിലെ ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ആർ സൈൻ തീറ്റ സൈൻ ഫൈ ദ കോസ് തീറ്റ ഡോ ബൈ ഡോ ആർ. കിട്ടിയില്ലേ? കിട്ടി. ഇനി അടുത്ത ടേമിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ആറും കൂടി ക്യാൻസൽ ചെയ്യും. പിന്നെ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ എന്താ? സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ. അപ്പൊ ഉള്ളിലത്തെ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇനി മൈനസ് ആർ കോസ് തീറ്റ കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ എന്ത് വരും? മൈനസ് അടക്കം കൊടുത്ത് ചെയ്യാം കേട്ടോ. മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ ആർ. അടുത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിക്കേ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ മൈനസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോ കോസ് സ്ക്വയർ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ. ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത ടേമോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എഴുതി, കോസ് ആറും ക്യാൻസൽ ചെയ്തു. പിന്നെ ചെയ്യുമ്പോൾ എന്താ വരാ? കോസ് തീറ്റ കോസ് ഫൈ ബൈ സൈൻ തീറ്റ. അപ്പൊ കോസ് തീറ്റ ബൈ സൈൻ തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് തീറ്റ എന്ന് എഴുതിക്കൂടെ? കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. ആറും ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് കോസ് തീറ്റ കോസ് ഫൈ ബൈ സൈൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റയ്ക്ക് നമ്മൾ കോട്ട് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? Clear ആയി മിസ്. ഇനി നമുക്ക് ഓരോന്നിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഐ എച്ച് ക്രോസ്. ആദ്യം നമുക്ക് ഡോ ബൈ ഡോ ആറിന്റെ ടേം എടുക്കാം. ഡോ ബൈ ഡോ ആർ ഏതൊക്കെയാ? ദേ ഇതൊരു ടേം ആണ് ഡോ ബൈ ഡോ ആറിന്റെ. അതേപോലെ ഇതും ഒരു ടേം ആണ് അല്ലേ? അപ്പൊ നമുക്ക് അതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ആർ സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ. ആർ സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ. ഇനി ഇവിടെ എന്താ? മൈനസ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ ആർ. പ്ലസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡോ ബൈ ഡോ തീറ്റയുടെ ടേംസ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഡോ ബൈ ഡോ തീറ്റ വരുന്നത് ഇത് മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈയും അതേപോലെ മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ ഫൈവ്. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് എഴുതാം.
മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ. അടുത്തത് മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ. ഇനി ഡോ ബൈ ഡോ ഫൈയുടെ ഒരു ടേം മാത്രമേ ഉള്ളൂ, അത് അതേപോലെ എന്ന് എഴുതി. മൈനസ് കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ, വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതുവരെ ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ ആയി. ഇനി ഇതിൽ വല്ല ടേംസ് ക്യാൻസൽ ചെയ്ത് പോകുന്ന നോക്കിയാ നിങ്ങള്. ഏതെങ്കിലും ടേം ക്യാൻസൽ ചെയ്ത് പോകുന്ന നോക്കിയേ. ഇത് നോക്കിക്കേ, ആർ സൈൻ തീറ്റ അത് ഇവിടെ ഉണ്ട്. ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഇതിവിടെ ഉണ്ട്. കോസ് തീറ്റ. അപ്പൊ ഇത് രണ്ടും സെയിം ടേം അല്ലേ, അപ്പൊ അതെന്തായിട്ട് മാറി? എന്തുവാവും അത്? സീറോ. എന്താവും? സീറോ ആവും. അപ്പൊ ആ ടേം പോയി. അപ്പൊ നമുക്ക് എഴുതാം മൈനസ് ഐ എച്ച് ക്രോസ്, ഈ ടേം സീറോ ആയി. ഇനി ഇതിൽ നോക്കിക്കേ, ഇതിൽ നമുക്ക് മൈനസ് സൈൻ ഫൈ എന്ന് പറയുന്നത് എന്താ? കോമൺ അല്ലേ? നോക്കിക്കേ, അതെ സൈൻ ഫൈ മൈനസും കോമൺ. അപ്പൊ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് സൈൻ ഫൈനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ വരാ? മൈനസ് സൈൻ ഫൈ, ബാക്കി എന്താ ഇവിടെ ഉള്ളത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ഇത് പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? അതായത് മൈനസ് സൈൻ ഫൈ ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ബ്രാക്കറ്റിൽ എന്താ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ബാക്കി ടേം മൈനസ് കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ. ഇനി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാ? 1 അല്ലേ? അപ്പൊ നമുക്കത് 1 ആക്കി കൊടുക്കാം. അപ്പൊ എന്താ വരാ? മൈനസ് ഐ എച്ച് ക്രോസ് മൈനസ് സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ. ഇനി ആ മൈനസ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ ഐ എച്ച് ക്രോസ് സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ. ഇതാണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ LXന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ ആയി മിസ്. ഇതേപോലെ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? LY എന്ന് പറഞ്ഞ ടേം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ തരാം. ചെയ്ത് അയക്കൊന്നും വേണ്ട, ലാസ്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. LY ചെയ്യും. ഇനി നമുക്ക് LZ ചെയ്യാം. LY ഇതേ പാറ്റേണിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഇനി LZ ചെയ്യാം. LZ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? LZന്റെ എക്സ്പ്രഷൻ എഴുതണം. എന്താ LZന്റെ എക്സ്പ്രഷൻ? മൈനസ് ഐ എച്ച് ക്രോസ് എക്സ് ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ബൈ ഡോ എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്?
ഇനി എന്താ ചെയ്യേണ്ടത്? പറ. ഡോ ബൈ ഡോ വൈറ്റ് എക്സ്പ്രഷൻ. ഡോ ബൈ ഡോ വൈ. ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യാം. ചെയ്തെല്ലാവരും? എക്സ്പാൻഡ് ചെയ്ത എല്ലാവരും? ചെയ്തു മിസ്. യെസ് ഇനി മിസ്. നമുക്ക് ആ ടേംസുകൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ കൊടുക്കാം. മൈനസ് ഐ എച്ച് ക്രോസ്. എന്താ എക്സിന് എന്നാ പറയാ നമ്മള്? എന്താ എക്സിന്റെ എക്സ്പ്രഷൻ എന്താ? ആർ സൈൻ തീറ്റ കോസ് വൈ. ആർ സൈൻ തീറ്റ കോസ് വൈ. അതായത് ഈ എക്സ് വൈ സെഡിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ആ എക്സ് വൈ സെഡ് പറഞ്ഞ ഡെറിവേഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് എക്സ് വൈ സെഡിന്റെ വാല്യൂ എഴുതേ വേണ്ടു. അപ്പൊ എക്സ് വൈ സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ തീറ്റ ബൈ ഡോ എക്സ് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ എക്സിന്റെ വാല്യൂ നിങ്ങൾ എക്സ് വൈ സെഡ് അതെങ്ങനെയാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എക്സ്പ്രസ് ചെയ്യാന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാ? ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ തീറ്റ ബൈ ഡോ എക്സ് അതെന്താന്ന് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സ് വൈ സെഡിന്റെ വാല്യൂ പഠിച്ചു വെക്കാം. അപ്പൊ ആർ സൈൻ തീറ്റ കോസ് വൈ. ഇനി എന്താ ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാ? ഡോ ആർ ബൈ ഡോ വൈ സൈൻ തീറ്റ സൈൻ ഫൈ. സൈൻ തീറ്റ സൈൻ ഫൈ ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ തീറ്റ ബൈ ഡോ വൈ, ഡോ തീറ്റ ബൈ ഡോ വൈ cos theta sin phi by r. കോസ് തീറ്റ സൈൻ ഫൈ ബൈ ആർ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ വൈ cos phi by r sin theta. കോസ് ഫൈ ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ. അപ്പൊ ആദ്യത്തെ ടേം അവസാനിച്ചു. മൈനസ് എന്താ വൈയുടെ എക്സ്പ്രഷൻ? എന്താ വൈയുടെ എക്സ്പ്രഷൻ? ആർ സൈൻ Sin phi. ആ സൈൻ തീറ്റ സൈൻ ഫൈ. ഇനി ഡോ ആർ ബൈ ഡോ എക്സ്, Sin theta cos phi. സൈൻ തീറ്റ കോസ് ഫൈ. ബാക്കി ഡോ ബൈ ഡോ ആർ ആണ്. ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ തീറ്റ ബൈ ഡോ എക്സ്, കോസ് തീറ്റ കോസ് ഫൈ ബൈ ആർ. കോസ് തീറ്റ കോസ് ഫൈ ബൈ ആർ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, മൈനസ് സൈൻ ഫൈ ബൈ ആർ സൈൻ തീറ്റ. മൈനസ് സൈൻ ഫൈ ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ
ഇനി എന്ത് ചെയ്യണം നമ്മൾ? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൈനസ് ഐ എച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ എന്താ? ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, പിന്നെ സൈൻ ഫൈ കോസ് ഫൈ ഡോ ബൈ ഡോ ആർ. അടുത്ത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ആറും ആറും ക്യാൻസൽ ആവും. ബാക്കി സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ഫൈ കോസ് ഫൈ ഡോ ബൈ ഡോ തീറ്റ. ആർ ആറും ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ കോസ് തീറ്റ കോസ് ഫൈ സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് അടുത്ത് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ആർ സൈൻ തീറ്റയും ആർ സൈൻ തീറ്റയും ക്യാൻസൽ ആവും. ബാക്കി കോസ് ഫൈ ഇൻറ്റു കോസ് ഫൈ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ഫൈ ഡോ ബൈ ഡോ ഫൈ. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ എന്താ? മൈനസ് ആർ സൈൻ തീറ്റ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ കോസ് ഫൈ ഡോ ബൈ ഡോ ആർ. അടുത്ത ടേം വരുമ്പോൾ എന്താ? ആറും ആറും ക്യാൻസൽ ആയി. ബാക്കി മൈനസ് സൈൻ തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ തീറ്റ. അടുത്ത ടേം വരുമ്പോൾ എന്താ ഉണ്ടാവുക? ആർ സൈൻ തീറ്റയും ആർ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? മൈനസ് ഇൻറ്റു മൈനസ്, അപ്പൊ എന്ത്? പ്ലസ് ആയി. സൈൻ ഫൈ ഇൻറ്റു സൈൻ ഫൈ സൈൻ സ്ക്വയർ ഫൈ ഡോ ബൈ ഡോ ഫൈ. മനസ്സിലായെന്ന് വിചാരിക്കണു. ആർ സൈൻ തീറ്റയും ആർ സൈനത്തെയും ക്യാൻസൽ ചെയ്തു. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. സൈൻ ഫൈ ഇൻറ്റു സൈൻ ഫൈ സൈൻ സ്ക്വയർ ഫൈ. ക്ലിയർ ആയി എല്ലാവർക്കും? യെസ് മിസ്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ കോസ് ഫൈ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ഫൈ കോസ് ഫൈ ഡോ ബൈ ഡോ തീറ്റ ആ സെയിം ടേം തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. ബാക്കി എന്താ വരാ? മൈനസ് ഐ എച്ച് ക്രോസ് കോസ് സ്ക്വയർ ഫൈ ഡോ ബൈ ഡോ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ഡോ ബൈ ഡോ ഫൈ. അപ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈനെ പുറത്തേക്ക് എടുത്തൂടെ? ബാക്കി എന്താ ബ്രാക്കറ്റില്? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. നമുക്കറിയാം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലേ? അപ്പൊ എന്താ വരിക? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ. അതാണ് എൽ സെഡിന്റെ ടേം. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ. ക്ലിയർ ആയി എല്ലാവർക്കും? യെസ് മിസ്. ഇപ്പൊ നമ്മുടെ സമയം ഓൾറെഡി തീരാറായി. ഇപ്പൊ നിങ്ങളൊരു